അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനിയായ പ്രവർത്തകരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് നാം കഴിഞ്ഞ അവസരത്തിൽ അവതരിപ്പിച്ചത്. നാം അവസാനമായി ചർച്ച ചെയ്തൊരു വിഷയം ഖുർആൻ പാരായണങ്ങളുടെ പരമ്പരകളുടെ പ്രത്യേകത മുതവാത്തിറത്തായ പരമ്പരകളാകുന്നു. എന്ന് പറഞ്ഞാൽ പരമ്പരയുടെ വിശ്വാസയോഗ്യത സംബന്ധിച്ച് ഏറ്റവും മുകൾ തട്ടിൽ നിലകൊള്ളുന്ന പരമ്പരകളാകുന്നു അവ. അപ്പോൾ ഹദീസ് നിദാശാസ്ത്രം പഠിക്കുമ്പോൾ തന്നെ നാം പഠിക്കുന്നൊരു വിഷയമാണ് സനദുകൾ ഒന്നുകിൽ മുതവാത്തിറത്തായിരിക്കും, അല്ലെങ്കിൽ ആഹാദായിരിക്കും. ആഹാദ് ഒന്നുകിൽ ഗരീബായിരിക്കും, മഷ്ഹൂർ ആയിരിക്കും, അസീസ് ആയിരിക്കും. ഇതൊക്കെ ഹദീസ് നിദാശാസ്ത്രത്തിൽ അറിയപ്പെട്ടൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ ഈ ഒരു തർക്കമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ പരമ്പരകളൊക്കെ മുത്തവാത്തിറത്താണ്. മാത്രമല്ല, മുത്തവാത്തിറായിരിക്കണം എന്നത് ഒരു ഷർത്താണ്. ഖുർആൻ പാരായണം സ്വീകരിക്കപ്പെടണമെങ്കിൽ 3 നിബന്ധനകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ നിബന്ധന എന്താണ്? പാരായണത്തിൻ്റെ പരമ്പര മുത്തവാത്തിറായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാം നിബന്ധന ഉസ്മാനി ലിപിയുമായി യോജിക്കുന്ന പാരായണമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന കാലഘട്ടത്തിലാണ് ഖുർആൻ രണ്ടാമതായി ക്രോഡീകരിക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലങ്ങളിൽ ഹദീസ് എഴുത്ത്, ഹദീസ് രേഖപ്പെടുത്തുന്നത് വിലക്കിയിട്ടുണ്ട്. എന്താ കാരണം? ഖുർആനുമായി കടാതിരിക്കുവാൻ വേണ്ടി, മിക്സാകാതിരിക്കുവാൻ വേണ്ടി. ഖുർആൻ ഏതാണ്, ഹദീസ് ഏതാണെന്നൊരു പ്രയാസം വരും, പ്രശ്നം വരും. അതുകൊണ്ട് ലാ തക്തുബു അന്നി ശൈഅൻ ഗൈറൽ ഖുർആൻ വസല്ലം കൊടുത്ത നിർദ്ദേശമാണത്. ഖുർആൻ അല്ലാത്ത ഒന്നും നിങ്ങൾ എന്നിൽ നിന്ന് എഴുതരുത്. അതിനുശേഷം നബി വസല്ലം എഴുതാൻ അനുമതി നൽകി. ഇത് കാരണം ഖുർആൻ ഏതാണ്, ഹദീസ് ഏതാണെന്ന് ജനങ്ങൾ, സഹാബികൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഒരിക്കൽ അബൂഷാഹ് എന്നൊരു ആൾ വന്നപ്പോൾ എനിക്ക് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഉക്തുബുലി അബീഷാഹ്, നിങ്ങൾ അബൂഷാഹിന് വേണ്ടി എഴുതിക്കൊള്ളുക. അങ്ങനെ നബി വസല്ലമിൻ്റെ പല ഹദീസുകളും സഹാബികൾ രേഖപ്പെടുത്താൻ ആരംഭിച്ചു. അപ്പോൾ ഖുർആൻ അവതീർണമാകുമ്പോൾ അത് രേഖപ്പെടുത്താൻ പ്രത്യേക സഹാബിമാരുണ്ട്. അവർക്കാണ് കുത്താബുൽ വഹി എന്ന് പറയാം. അതായത് വഹി രേഖപ്പെടുത്തുന്ന കാതിബീങ്ങൾ. അതായത് ഖുലഫാക്കൾ, സെയ്ദ് ഇബ്നു സാബിത്ത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അതേപോലെ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു കാതിബുൽ വഹിയാണ്. പലരും മുആവിയ റളിയല്ലാഹു അൻഹു വെറുക്കുന്ന വിഭാഗക്കാരുണ്ട്. അവർ ഈ കാര്യം വിസ്മരിച്ച് കളയുന്നു. അപ്പം കാതിബുൽ വഹി, വഹി രേഖപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഒരു സഹാബി ഒരിക്കലും ഈ ഉമ്മത്തിനോട് വഞ്ചന ചെയ്യുകയില്ല, ഈ വഞ്ചകനായി മാറുകയില്ല. അപ്പം ഷിയാക്കളുടെ ഒരു വലിയൊരു ശത്രുവാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. അതേപോലെ ഷിയാക്കളുടെ ആ വിഷയത്തിൽ ആ നിലപാട് സ്വീകരിച്ച അഹ്ലുസുന്നയിൽപ്പെട്ട പല വ്യതിയാനങ്ങളുമുള്ള വിഭാഗക്കാരുണ്ട്. ഈ അഹ്ലുസുന്നയ്ക്ക് 2 വിശാലമായ അർത്ഥങ്ങളുണ്ട്. അതായത് പൊതുവായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഷിയാക്കളല്ലാത്ത, റാഫിദികളല്ലാത്തവരൊക്കെ ആരാണ്? അഹ്ലുസുന്ന. ആ നിലയ്ക്ക് ഷിയാക്കളല്ലാത്ത എല്ലാ വിഭാഗക്കാരും ആ പൊതു ലേബിളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ ശൈഖ് ഹുസൈൻ പഠിപ്പിച്ചതാണ്. എന്നാൽ അഹ്ലുസുന്നക്ക് വിശേഷമായ ഉദ്ദേശമുണ്ട്, ഇത്ലാഖ് ഖാസുണ്ട്. എന്താണ് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് അതേപോലെ വിശ്വാസ കാര്യങ്ങൾ സലഫുകൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്, സഹാബിമാരും താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളും അപ്രകാരം ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ് യഥാർത്ഥ അഹ്ലുസുന്ന. അങ്ങനെയാകുമ്പോൾ ഖവാരിജ് അതേപോലെ തന്നെ മുഅ്തസില പോലെയുള്ള വിഭാഗക്കാരൊക്കെ അഹ്ലുസുന്ന നിന്ന് പുറത്തു പോയി. അഥവാ സലഫികൾ മാത്രമായിരിക്കും അഹ്ലുസുന്ന. അപ്പൊ സലഫിന്റെ അഖീദ ആരാണ് ഉൾക്കൊള്ളുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന. അതാണ് വിശേഷമായ ഇത്ലാഖ് ഖാസ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുആവിയ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാരൊക്കെ കുത്താബുൽ വഹിയാണ്. അപ്പോൾ വഹി രേഖപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ശുദ്ധ ഖുർആനിലെ പേരെന്താണ്? കിതാബ് എന്നാണ്. കിതാബ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? മക്തൂബ് എന്നാണ്. രേഖപ്പെടുത്തപ്പെട്ട വേദഗ്രന്ഥമാകുന്നു ഖുർആൻ. അത് ലൗഹുൽ മഹ്ഫൂദിലാകട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഈ ഭൂലോകത്തുള്ള ഏടുകളിൽ മുസ്ഹഫുകളിൽ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഖുർആന്റെ പ്രത്യേകത എന്താണ്? അത് കേവലം മനഃപ്പാഠമാക്കുന്ന വിഷയം മാത്രമല്ല. അതായത് മഹ്ഫൂദുൻ ഫിസ് സുദൂർ, അതായത് സദറുകളിൽ മനഃപ്പാഠമാക്കപ്പെട്ട വേദഗ്രന്ഥം. ഓ മക്തൂബുൻ ഫിസ് സുദൂർ, വരികളിലൂടെ രേഖപ്പെടുത്തപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം. അങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? അൻ തകൂന മുതവാത്തിറത്തായിരിക്കണം. അങ്ങനെ ഇപ്പോൾ ലോകത്ത് അവശേഷിക്കുന്ന ഈ 7 ഹർഫുകളിലൂടെ ഉൾത്തിരിഞ്ഞു വന്ന പാരായണങ്ങളാകുന്നു 10 പാരായണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 10 എന്ന വാക്ക് വരാനുള്ള കാരണം എന്താണ്? ആ കാലഘട്ടത്തിൽ താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ ഏറ്റവും അവഗാഹമുള്ള പണ്ഡിതന്മാർ 10 പേരാണ്. അങ്ങനെയാണ് അൽ ഖിറാഅത്തുൽ അശ്ർ, 10 ഖിറാഅത്തുകൾ എന്ന സാങ്കേതിക പ്രയോഗം മുതലെടുത്തത്. അതിന് അസ്ൽ എന്താണ്? അൽ അഹ്റുഫു സബ്അയാണ്, 7 ഹർഫുകൾ. ഈ 7 ഹർഫുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ ഏറ്റവും അറിയപ്പെട്ടവരായി മാറി, 10 പേരായി മാറി. ആരാണ് ഈ 10 പേര്? ഇമാം നാഫിഇ, മദീനത്തുള്ള ഇമാം നാഫിഇ, മക്കത്തുള്ള ഇബ്നു കസീർ, തഫ്സീർ പണ്ഡിതനായ ഇബ്നു കസീർ അല്ല കേട്ടോ, അബ്ദുല്ലാഹ് ഇബ്നു കസീർ. അദ്ദേഹം ഖാരി ആണ്. തഫ്സീറിന്റെ മുസന്നിഫായ രചയിതാവായ ഇബ്നു കസീർ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. അത് വേറെയാണ്. മൂന്നാമത്തെ ഖാരി ബസ്രയിലെ, ഇറാഖിലെ അറിയപ്പെട്ട പ്രദേശമാണല്ലോ ബസ്ര, ബസ്രയിലെ പണ്ഡിതനായ ഖാരിയായ അബൂ അംർ അൽ ബസ്രി. 4 ഷാമിലെ ഖാരിയായ ഇബ്നു ആമിർ അശ്ശാമി. 5 കൂഫയിലെ ഖാരിയായ ഇമാം ആസിം. ഇമാം ആസിമിന്റെ ഖിറാഅത്ത് നമ്മൾ അവലംബിക്കുന്നത്. 6 കൂഫയിലെ വേറെ ഖാരിയായ ഇമാം ഹംസ അസ്സയ്യാത്ത്. അതേപോലെ കൂഫയിലെ ഖാരിയായ ഇമാം അലി അൽ കിസായി. ഇവരാണ് 7 പേര്. 8ാമത്തെ ഇമാമാണ് മദീനയിലെ ഇമാം നാഫിഇന്റെയും ഉസ്താദായ അബൂ ജഅഫർ അൽ മദനി. 9 യഅഖൂബ് അൽ ഹദ്റമി. 10 ഇമാം ഖലഫ് അൽ ബസ്സാർ. ഇങ്ങനെ ഈ 10 ഖാരികളാണ് ഈ ഖിറാഅത്തിന്റെ വിഷയത്തിൽ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ടവർ. അവിടെ ഖിറാഅത്തുകളാണ് ഇപ്പോൾ ലോക മുസ്ലിങ്ങളൊക്കെ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പാരായണം ഏത് ഇമാമിൻ്റെതാണെങ്കിലും ഇതിനൊക്കെ എന്ത് പരമ്പരകളുണ്ട്, അവസാനിക്കുന്ന നബിയിലേക്കാണ്. ഈ പരമ്പരകൾ പ്രകാരം നമുക്ക് നമസ്കാരത്തിന് പുറമേ നമുക്ക് പാരായണം ചെയ്യാം. ഇവയൊക്കെ എന്താണ്? മുതവാത്തിർ, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചതാണ്. ഈ ഖിറാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ വിചാരിച്ചത് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അതായത് ഈ ഇസ്ലാമിക ശാസ്ത്രത്തിൽ ഗ്രന്ഥരചന ആരംഭിച്ചത് മുതൽ തന്നെ ഖുർആൻ പാരായണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പരമ്പരകളുമുണ്ട്. ഉദാഹരണമായിട്ട് ഇമാം അബൂ അംർ അദ്ദാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം 444 മരണപ്പെട്ട വലിയ ഖിറാഅത്ത് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ തൈസീറു ഫിൽ ഖിറാഅത്തി 7 എന്ന ഗ്രന്ഥം ഇപ്പോഴും അച്ചടിക്കപ്പെട്ടതാണ്.
അതിൽ ഈ പരമ്പരകളുടെ ശേഖരണം കാണാൻ സാധിക്കും. അതായത് ഓരോ ഇമാമിൻ്റെയും പരമ്പര ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ ഇമാമിൻ്റെ ഉസ്താദ് ആരാണ്, ആ ഉസ്താദിൻ്റെ ഷെയ്ഖായ സഹാബി ആരാണ്, ആ സഹാബി പഠിച്ചത് ആരിൽ നിന്നാണ്. ഇപ്പോൾ ഖുർആൻ പാരായണം പഠിക്കുമ്പോഴും വിദ്യാർത്ഥികൾ ഉസ്താദന്മാരിൽ നിന്ന് സനദ് എടുക്കും. എന്താ പറയുക? ഇജാസ എന്ന് പറയും. ഈ ഇജാസ എന്നത് ഇപ്പം ഹഫ്സിൻ്റെ റിവായത്തിൽ ഇജാസ എടുത്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആ ഒരു കുട്ടി ഖുർആൻ തജ്വീദ് നിയമങ്ങൾ പ്രകാരം പരിപൂർണമായി മനഃപ്പാഠമാക്കുകയും ആ ഉസ്താദിന് ഓതിക്കൊടുക്കുകയും ചെയ്തിട്ട് ഉസ്താദ് സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കേഷനാണ് ഇത് ഇജാസ. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഭൗതികമായ സർട്ടിഫിക്കറ്റ്. അതായത് ഇതിൻ്റെ അവസാനം വളരെ നമ്മെ ശരിക്ക് ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ പരമ്പര ഉസ്താദന്മാരിങ്ങനെ പോയി അവസാനം സഹാബിമാരിലേക്ക് എത്തുന്നു. ആ സഹാബിയിൽ നിന്ന് നബിയിലേക്ക് എത്തുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ജിബ്രീൽ അലൈഹിസ്സലാം അൻ റബ്ബിൽ ഇസ്സ. റബ്ബിലേക്കാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരമ്പര എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ ഖുർആൻ മനഃപ്പാഠമാക്കാനും ഖുർആൻ ആ ആധികാരികമായ രൂപത്തിൽ പഠിക്കുവാനും മറ്റുള്ള മക്കൾക്ക് അത് പകർന്നു കൊടുക്കുവാനൊക്കെ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് വളരെ നമ്മുടെ ഈ ഒരു വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഇത്രക്കും ഭദ്രമായ ഒരു സംവിധാനത്തിലൂടെയാണ് നിലകൊള്ളുന്നത്. ഇത് മറ്റുള്ള ഒരു ഗ്രന്ഥത്തിനും ഈ ഒരു പ്രത്യേകതയില്ല, അവകാശപ്പെടാനും പറ്റില്ല. അപ്പോൾ ഈ ഖുർആൻ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വളരെ ഭദ്രമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേപോലെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ, തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ ഖുർആൻ പരിപൂർണമായിട്ടുമുണ്ട്. ഇപ്പോൾ ഏറ്റവും പഴക്കമുള്ള ഒരു തഫ്സീർ ഗ്രന്ഥമാണ് ഇമാം ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ ഗ്രന്ഥം. ഇമാം തബരിയുടെ തഫ്സീർ ഗ്രന്ഥം ഇത് 20-ൽ പരം വാള്യങ്ങളിലൂടെ അച്ചടിക്കപ്പെട്ടു. ആ തഫ്സീർ ഗ്രന്ഥം പരിപൂർണമായും ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അതിൽ ഖുർആനിൻ്റെ വ്യാഖ്യാനവും ആ വ്യാഖ്യാനം സഹാബിമാരുടെ ആസാറുകൾ തഫ്സീർ പ്രകാരമാണ്. അതായത് ഇമാം തബരി പോലെയുള്ള തഫ്സീർ പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്താണ്? ഖുർആനിൻ്റെ തഫ്സീർ പോലും വ്യാഖ്യാനം പോലും രേഖപ്പെടുത്തുമ്പോൾ അതിനെന്തുണ്ട്? പരമ്പരയുണ്ട്. അഥവാ ഹദീസുകൾക്ക് മാത്രമല്ല, ഖുർആൻ തഫ്സീറിനും എന്തുണ്ട്? പരമ്പരയുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്ന് ഉള്ള ഈ ഒരു തഫ്സീർ അത് എവിടുന്ന് കിട്ടി? ഇബ്നു അബ്ബാസിലേക്ക് അവസാനിക്കുന്ന പരമ്പര ഇമാം തബരി മുതൽ. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന അൻ തകൂന മുതവാത്തിറ. രണ്ടാമത്തെ നിബന്ധന ഖുർആൻ പാരായണം ഉസ്മാനി ലിപി പ്രകാരം യോജിച്ചായിരിക്കണം. എന്തുകൊണ്ടാണത്? ഖുർആൻ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടു നബിൻ്റെ കാലഘട്ടത്തിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. പക്ഷെ ഒരു മുസ്ഹഫിലായി പരിപൂർണമായും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ ഖുർആൻ അവതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ മുസ്ഹഫിലായി നബിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു പരിപൂർണമായി നമ്മൾ കാണുന്ന ഖുർആൻ പോലെ ക്രോഡീകരിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ആവശ്യം വന്നത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം. പക്ഷെ ഒരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഖുർആൻ പരിപൂർണമായും ഒരു മുസ്ഹഫിലായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഖുർആനിക ആയത്തുകൾ പൂർണ്ണമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് പരന്നു കിടക്കുന്ന വ്യത്യസ്ത കടലാസുകളിലൂടെ അല്ലെങ്കിൽ തൊലികളിലൂടെ. അന്നത്തെ എഴുത്തിൻ്റെ സംവിധാനങ്ങൾ അങ്ങനെയായിരുന്നു. അതേപോലെ കല്ലുകളുടെ മേലെ എഴുതിയിരുന്നു. അതൊക്കെയായിരുന്നു അന്നത്തെ രീതികൾ. ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കല്ലുകളും അതേപോലെ തന്നെ തൊലി കഷ്ണങ്ങളും പലക കഷ്ണങ്ങളും ഒക്കെ ആണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ആദ്യമായി ഖുർആൻ പരിപൂർണമായും ക്രോഡീകരിക്കപ്പെടുന്നത്. അങ്ങനെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിക്കുകയും ചെയ്തു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണവും തഫ്സീറും അതേപോലെ പ്രത്യേകിച്ച് അനന്തരാവകാശത്തിൻ്റെ വിഷയത്തിൽ നല്ല അവഗാഹമുള്ള സഹാബിയാണ് ആര്?
സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. വഅഫ്റദുഹും സെയ്ദ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു പൂർത്തീകരണമാണ്. അതായത് അനന്തരാകാശ വിഷയത്തിൽ ഏറ്റവും അവഗാഹമുള്ള സഹാബി സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ വർഷവും റമദാനിൽ പൂർണ്ണമായും ഖുർആൻ പാരായണം ചെയ്യും. ആരുമായിട്ട്? നബിയുമായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ പറയാം മുആറള എന്ന് പറയും. ജിബ്രീൽ അലൈഹിസ്സലാം ഓതും, നബി അലൈഹി വസല്ലം കേൾക്കും, അത് വീണ്ടും ഓതും. നബി അലൈഹി വസല്ലം ഓതിക്കൊടുക്കും, ജിബ്രീൽ അലൈഹി വസല്ലം കേൾക്കും. അപ്പോൾ പരസ്പരമുള്ള പഠനത്തിനാണ് എന്ത് പറയുക? മുആറള എന്ന് പറയുക. എന്നാൽ നബി അലൈഹി വസല്ലം മരണപ്പെടുന്ന ആ വർഷം ജിബ്രീൽ അലൈഹിസ്സലാം 2 പ്രാവശ്യം പഠനം നടത്തിയെന്നാണ്, ഖുർആൻ പാരായണം നടത്തിയെന്നാണ് നബിയുമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അതിനെ പറയാ അൽ അർദ് അൽ അഖീറ, അവസാനത്തെ അവതരണം. അതിന് സാക്ഷിയായ സഹാബിയാണ് ആര്? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദിനെ ശരിക്ക് ഈ ഖുർആൻ ക്രോഡീകരണത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ പല ശരിക്ക് പ്രത്യേകതകളും സവിശേഷതകളും സെയ്ദിനുണ്ടായിരുന്നു. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത്, യാ സെയ്ദ് ഇന്നക റജുലുൻ ശാബുൻ ആഖിലുൻ ലാ നത്തഹിമുക കുൻത തക്തുബുൽ വഹ്യ ലിറസൂൽ സല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ, താങ്കൾ ചെറുപ്പക്കാരനാണ്, ബുദ്ധിശാലിയായ ചെറുപ്പക്കാരനാണ്, താങ്കളെ സംബന്ധിച്ച് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, അതായത് കുറ്റപ്പെടുത്താൻ താങ്കളെ കഴിയില്ല. കുൻത തക്തുബുൽ വഹ്യ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് താങ്കൾ റസൂലുള്ളാഹിക്ക് വേണ്ടി വഹി രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് ശരിക്ക് ക്വാളിറ്റി, അത് ക്വാളിഫിക്കേഷനാണ് സെയ്ദിൻ്റെ. ഇതിനു വേണ്ടി അദ്ദേഹം യോഗ്യനാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ. അതല്ല, മുതിർന്ന സഹാബിമാർ വേറെയുണ്ട്. പക്ഷെ ഇതിനെന്താണ്? ചെറുപ്പക്കാരെയാണ് ശരിക്ക് അവിടെ തിരഞ്ഞെടുത്തത്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു പല സഹാബിമാരുടെ കൈവശമുള്ള പല കഷണങ്ങളും അതേപോലെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ശേഖരിക്കുകയും, അത് മാത്രം പോരാ, ഒരു ആയത്ത് ആ ഖുർആനിൽ രേഖപ്പെടുത്തണമെങ്കിൽ 2 സാക്ഷികൾ വേണം. 2 സാക്ഷികൾ ഇത് റസൂലുള്ളാഹിനെ കേട്ട് പഠിച്ചതാണ് എന്ന് സാക്ഷ്യം വഹിക്കണം. അത്രക്കും സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കുന്നത്. അങ്ങനെ ആ ക്രോഡീകരണം കഴിഞ്ഞ് ഉസ്മാൻ കാലഘട്ടത്തിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന കാലഘട്ടത്തിലാണ് 2ാമത്തെ ക്രോഡീകരണം നടക്കുന്നത്. കാരണം സഹാബിമാർക്കിടയിൽ അല്ലെങ്കിൽ താബിഈങ്ങൾക്കിടയിൽ ഖുർആൻ പാരായണത്തിന് വിഷയത്തിലുള്ള തർക്കം വന്നു. 1ാമത്തെ ക്രോഡീകരണം നടക്കുന്ന പശ്ചാത്തലം എന്താണ്? യമാമ യുദ്ധത്തിൽ ധാരാളം ഖുർആൻ ഹാഫിദീങ്ങളായ ഹുഫാദു അൽ ഖുർആൻ മരണപ്പെട്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു ഭയപ്പെട്ടു. അതായത് ഹാഫിദീങ്ങളൊക്കെ മരണപ്പെടുകയാണെങ്കിൽ ഖുർആനും അതോടെ നമുക്ക് നഷ്ടമാകുമോ എന്നൊരു ഭയം. അങ്ങനെയാണ് ആ ക്രോഡീകരണം നടക്കുന്നത്. 2ാമത്തെ ക്രോഡീകരണം നടക്കാനുള്ള കാരണം എന്താണ്? അതായത് യുദ്ധങ്ങളിലും മറ്റുമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ പല മുസ്ലിമീങ്ങളും പുതുതായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരും അല്ലാത്തവരൊക്കെ ഒരുമിച്ച് കൂടും. ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ നല്ല രൂക്ഷമായ തർക്കം വന്നു. എൻ്റെ പാരായണമാണ് ശരി, താങ്കളുടെ പാരായണം തെറ്റാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. പരസ്പരം ശക്തമായ രൂപത്തിൽ വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ട്, യാ അമീറൽ മുഅ്മിനീൻ അദ്രിക് ഹാദിഹിൽ ഉമ്മ, ജനങ്ങളൊക്കെ പരസ്പരം ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഖുർആന്റെ വിഷയത്തിൽ. അങ്ങനെയാണ് ഖുർആൻ പൂർണ്ണമായിട്ടും വീണ്ടും ക്രോഡീകരിക്കുകയും അതിൻ്റെ വ്യത്യസ്തമായ കോപ്പികൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് നിയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ഖാരിനെയും നിശ്ചയിച്ചു. അങ്ങനെ ബസ്ര, കൂഫ, ഷാം, മക്ക, മദീന ഇങ്ങനെയുള്ള നാടുകളിലേക്കൊക്കെ ഉസ്മാൻ റളിയല്ലാഹു ഒരു കോപ്പി അയച്ചു. അങ്ങനെയാണ് ആ മുസ്ഹഫ് പ്രകാരം ഇപ്പോൾ മദീന നിവാസികളാകട്ടെ
മക്ക നിവാസികളാകട്ടെ അവരൊക്കെ പാരായണം ചെയ്തു. അതിനെ കൂടെ ഒരു ഖാരിഇനെയും നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ചോദിക്കും, വ്യത്യസ്ത പാരായണങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത് സഹാബിമാർ? മക്കക്കാരുടെ മുസ്ഹഫിൽ ചില വ്യത്യാസങ്ങൾ കാണും. ഏത് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ ഖുർആനിക ലിപിശാസ്ത്ര പ്രകാരമുള്ള ലിപി യഥാർത്ഥത്തിൽ ആ മക്കക്കാരുടെ ഖിറാഅത്ത് പ്രകാരം ചുറ്റപ്പെടുത്തി. അതനുസരിച്ച് അവർ പാരായണം ചെയ്തു. അതേപോലെ തന്നെ കൂഫക്കാരുടെ മുസ്ഹഫ് വേറെയാണ്. അതേപോലെ എണ്ണത്തിനും ചില വ്യത്യാസങ്ങൾ കാണും. എന്ന് പറഞ്ഞാൽ ഖുർആനിക ആയത്തുകൾ ഒന്ന് തന്നെയാണ്, പക്ഷേ ആയത്തുകളുടെ എണ്ണം. സൂറത്തുൽ ഫാത്തിഹ എത്ര ആയത്തുകളാണ്? 7 ആയത്തുകളാണ്. അതിൽ യാതൊരു തർക്കവുമില്ലല്ലോ. തർക്കമില്ല. തർക്കമുണ്ട് തന്നെ അത് വളരെ ദുർബലമായ തർക്കമാകും. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം. അതായത് 7 മസാനിയായ ആയത്തുകളാണ് താങ്കൾക്ക് ഞാൻ നൽകിയത്. ഏതാണത്? സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണ്. അതാണ് ജുംഹൂറിൻ്റെ വീക്ഷണം. എങ്ങനെ 7 ആകുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂഫക്കാരുടെയും മക്കക്കാരുടെയും എണ്ണപ്രകാരം ഒരു ആയത്താണ്. മറ്റുള്ള റിവായത്തുകളിൽ ആയത്തല്ല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം 6-ാമത്തേതും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ 7-ാമത്തേതും. എല്ലാവർക്കും 7 പക്ഷേ ഈ 7ന്റെ വിഷയത്തിൽ ചില വ്യത്യാസം. അതിനും അസ്ലുണ്ട്. അത് ആയത്തിലൂടെ എണ്ണശാസ്ത്രം എന്ന് പറയും. അതിനാ പറയുക ഇൽമുൽ ഫവാസിൽ, ഇൽമു അദ്ദിൽ ആയ. ഇവിടെ പറഞ്ഞു വരുന്നത്, ഖുർആൻ പാരായണം അംഗീകരിക്കണമെങ്കിൽ ഉസ്മാനി ലിപിയുമായി യോജിച്ചായിരിക്കണം. എന്താ പറയാനുള്ള കാരണം? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഖലീഫയുടെ ഓർഡർ പ്രകാരം ഖുർആനിൻ്റെ ഏറ്റവും വിശ്വാസയോഗ്യമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടു. രണ്ടാമതായി എന്താ കാര്യം മനസ്സിലായോ? അതായത് അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഖുർആന് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. ഒരു കോപ്പി ക്രോഡീകരിച്ചു, സൂക്ഷിക്കപ്പെട്ടു. ശേഷം അവൻ്റെ കയ്യിൽ കൈമാറപ്പെട്ടു. അതിനുശേഷം മകളായ ഹഫ്സയുടെ വീട്ടിലായിരുന്നു ഖുർആനിൻ്റെ കോപ്പി. പക്ഷെ ഇവിടെ തർക്കം വന്നപ്പോൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളിലേക്ക് ഖുർആനിൻ്റെ കോപ്പി എത്തിപ്പെടണമെന്ന ആവശ്യം വന്നു. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും സെയ്ദ് റളിയല്ലാഹു അൻഹു തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അപ്പം ഉസ്മാനി ലിപിയുമായി യോജിക്കണം എന്ന നിബന്ധനയുണ്ട്. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന് വിരുദ്ധമായ കോപ്പികളൊക്കെ കത്തിച്ച് കളയണമെന്ന ഉത്തരവ് നൽകി. അതിൻ്റെ പൊരുൾ മനസ്സിലായോ? അതും ശരിക്കും ചിലപ്പോൾ ഈ യുക്തിവാദികളും ഒക്കെ പറയും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ ശരിക്ക് ഏകാധിപനായിട്ട് അവിടെ ഉത്തരവ് നൽകിയതാണ്. ഖുർആനി കോപ്പികളൊക്കെ കത്തിച്ച് കളയാൻ പറഞ്ഞില്ലേ, അതൊക്കെ തെറ്റല്ലേ? അപ്പം ഇതിനെക്കുറിച്ച് അറിയാത്ത മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. അതിൻ്റെ മറുപടി എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കത്തിച്ച് കളയാൻ പറയാനുള്ള കാരണം ഏറ്റവും വിശ്വാസയോഗ്യമായ കോപ്പികൾ ക്രോഡീകരിക്കപ്പെട്ടു. മറ്റ് കോപ്പികളിൽ പല കോപ്പികളിലും സഹാബിമാരുടെ തഫ്സീറുകൾ കാണാൻ പറ്റും. അതായത് ചില സഹാബിമാരൊക്കെ ചില ആയത്തുകളുടെ താഴെ ചെയ്തു തഫ്സീർ എഴുതും. അത് പാരായണമായിട്ട് പലരും അവലംബിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള പാരായണമായിരിക്കും. അതിനാണ് അന്നാസിഖു വൽ മൻസൂഖ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ചില ആയത്തുകൾ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അതിനെ ഉയർത്തിക്കളഞ്ഞു. അന്നാസിഖു വൽ മൻസൂഖ് എന്നതിൻ്റെ പേര്. ഖുർആനിലുണ്ടല്ലോ, സൂറത്ത് ബഖറയിൽ മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. എന്നർത്ഥം, ഖുർആനിലെ ഏതൊരു ആയത്തിനെയും നാം ഉയർത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നഅതി ബിഖൈരിൻ മിൻഹാ, അതിനേക്കാളും ഖൈറായ ഒരു വചനത്തെ നാം പകരമായി കൊണ്ടുവരികയോ, ഔ മിസ്ലിഹാ, അല്ലെങ്കിൽ
അതിന് തുല്യമായ ആയത്തോ. ഇതിന് പല ഉദാഹരണങ്ങളും ഖുർആനിലുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സഹീഹുൽ ബുഖാരിയിൽ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അതായത് ഖുർആനിൽ ആദ്യമായി അവതരിക്കപ്പെട്ട ആയത്തുകളിൽ പെട്ടതാകുന്നു. അതായത് ഒരു കുട്ടി ഒരു സ്ത്രീയിൽ നിന്ന് മുലയൂട്ടിക്കൊണ്ട് പാല് കുടിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം കുടിച്ചാലാണ് ആ കുട്ടിയുടെ ഉമ്മയായി മാറുന്നത്? 10 പ്രാവശ്യം. كان فيما أنزل من القرآن 10 رضعات ثم نسخن ب5 رضعات. അതിനുശേഷം എന്താണ് 5 പ്രാവശ്യം മുലയൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ആ മഹ്റം ഇത് സ്ഥിരപ്പെട്ടു. അതുകൊണ്ടാണ് മുലയൂട്ടിയ സ്ത്രീകൾ എന്താണ്? ഉമ്മമാരാണ്. അവരെ വിവാഹം കഴിക്കാൻ പാടില്ല. സൂറത്തുൽ നിസാ ദീർഘമായ ആയത്താണ്. അതായത് നമുക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീകൾ, അതിൽ നിങ്ങളുടെ യഥാർത്ഥ മാതാക്കൾ, അതേപോലെ തന്നെ പെൺകുട്ടികൾ, പെൺമക്കൾ, അതേപോലെ സഹോദരിമാർ, അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് മുലയൂട്ടി തന്ന സ്ത്രീകളും മാതാക്കളും അവരും എന്താണ്? അൽ ഉമ്മു മിനർ റദാഅ എന്ന് പറയും. അവരെന്താണ്? നിഷിദ്ധമാക്കപ്പെട്ടവരാണ്, അഥവാ മഹ്റമാണ്. അപ്പോ ഈ 5 പ്രാവശ്യം എന്നത് ശരിക്കുന്നതാണ് നാസിഖാണ്. ഏതാ മൻസൂഖ്? 10 പ്രാവശ്യം. ആയിഷ പറയാണ്, ഈ 5 പ്രാവശ്യം എന്ന് പറയുന്ന ആയത്തും സഹായിമാർ പാരായണം ചെയ്തിരുന്നു. പക്ഷെ ആ പാരായണം പിന്നീട് ഉയർത്തപ്പെട്ടു. ഹുക്കുമോ, അതിന്റെ നിയമം അവശേഷിച്ചു. ഞാൻ പറയുന്നത്, ഈ ഒരു ഉദാഹരണം പറയാനുള്ള കാരണം എന്താ അറിയോ? ഇതിന് പറയാനുള്ള കാരണം, അതായത് ഖുർആനില് ഉയർത്തപ്പെട്ട മൻസൂഖാക്കപ്പെട്ട ചില ആയത്തുകളുണ്ട്. ചില സഹാബികളുടെ കോപ്പികളിൽ നിന്ന് അത് എടുത്തു കളഞ്ഞിട്ടില്ല. അത് മൻസൂഖാണോ മൻസൂഖല്ലേ എന്നൊക്കെ എപ്പോഴാണ് 100% ക്ലിയർ ആയത്? ഉസ്മാൻ റളിയല്ലാഹു കാലഘട്ടത്തിലുള്ള ക്രോഡീകരണത്തിലൂടെ. അതുകൊണ്ടാണ് അതിന് വിരുദ്ധമായ കോപ്പികളൊക്കെ കത്തിച്ചു കളയണമെന്ന് പറഞ്ഞു. അത് ഖുർആന് കത്തിക്കല്ല ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഇനി മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടാകാൻ പാടില്ല. അപ്പൊ ഇതിൽ ശരിക്ക് എല്ലാ സഹാബിമാരുടെയും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കോപ്പികളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അതിന് വിരുദ്ധമായതൊക്കെ നിങ്ങൾ കത്തിച്ച് കളയണം. കാരണം അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാരുടെ തഫ്സീറിൽ എന്തുണ്ടായിരുന്നു? ഖുർആനിൽ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഉസ്മാനി ലിപിക്ക് വിരുദ്ധമായ പാരായണം അത് മുമ്പ് ഓതപ്പെട്ടതാണെങ്കിലും ഇപ്പോൾ ഓതാൻ പാടില്ല. കാരണം എന്താണ്? പലപ്പോഴും ഇത് മൻസൂഖ ആയ ആയത്തുകളിൽ പെട്ടതായിരിക്കും. സഹീഹുൽ ബുഖാരിയിൽ ഉള്ള ഒരു ഹദീസാണല്ലോ. അതായത് സൂറത്തുൽ ലൈൽ നാം പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ ഓതുക, വല്ലൈലി ഇദാ തജല്ല, അതിനുശേഷം വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ എന്നാണ് ഉസ്മാനി മുസ്ഹഫുകളിലൊക്കെ ഉള്ളത്. എന്നാൽ സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്, വദ്ദക്കരി വൽ ഉൻസ. ഇതിന് പകരമായിട്ട് വമാ ഖലഖ അദ്ദക്കറ വൽ ഉൻസ എന്നതിന് പകരമായിട്ട് വദ്ദക്കരി വൽ ഉൻസ. ഹദീസ് നിഷേധികൾ പറയുന്നു സഹീഹുൽ ബുഖാരിയിൽ എന്തുണ്ട്? ഖുർആന് വിരുദ്ധമായതുകൊണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ ഹദീസ് ബുഖാരി സ്വീകരിക്കാൻ പറ്റൂല. അപ്പോൾ അവർ കൊണ്ടുവരുന്ന അറിവില്ലാതെ കൊണ്ടുവരുന്ന ഒരു സംഗതിയാണിത്. അതിന് ശർഹ് വായിച്ചു നോക്കിയാൽ മതി. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇത് മൻസൂഖാക്കപ്പെട്ട ആയത്തായിരിക്കും. മനസ്സിലായില്ലേ? വദ്ദക്കരി വൽ ഉൻസ സഹാബിമാർ ഓതിയിട്ടുണ്ട്, അത് നസ്ഖ് ചെയ്യപ്പെട്ടു. പിന്നെ സ്ഥിരപ്പെട്ടത് എന്താണ്? വമാ ഖലഖ അദ്ദക്കറ വൽ ഉൻസ. അപ്പോൾ പലപ്പോഴും പല ശർഹുകളിലേക്കും പോകാതെയാണ് പല ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ട് എടുത്തു ചാടി ഹദീസ് നിഷേധത്തിലേക്ക് എത്തുന്നത്. നഊദുബില്ല. അപ്പോൾ ഇവിടെയും ശരിക്കും ഖുർആൻ പാരായണ ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖ കിടപ്പുണ്ട്.
അപ്പോൾ ഖുർആൻ പാരായണം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്ന് മുത്തവാത്തിറത്തായിരിക്കണം, രണ്ട് ഉസ്മാനി ലിപിയുമായി യോജിച്ച പാരായണമായിരിക്കണം. അപ്പോൾ ഒരു ചോദ്യം വരും, ഉസ്മാനി ലിപിയുമായി യോജിക്കാത്ത പാരായണമുണ്ടോ? പാരായണങ്ങളുണ്ട്. അവക്കാണ് ഖിറാഅത്തുൻ ഷാദ്ദ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ദുർബലമായ പാരായണങ്ങൾ. ഉദാഹരണമായിട്ട് ഇദാ ജാഅ ഫത്ഹുല്ലാഹി വന്നസ്ർ എന്ന ഖിറാഅത്തുണ്ട്. ആ ഖിറാഅത്ത് എന്താണ്? ഷാദ്ദാണ്. എന്ന് പറഞ്ഞാൽ ഉസ്മാനി ലിപിയുമായി യോജിക്കുന്നില്ല, മുത്തവാത്തിറത്തുമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും ഉമർ ഓതിയത് ഫംദൂ ഇലാ ദിക്രില്ലാഹ്, ഫംദൂ ഇലാ ദിക്രി, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊള്ളുക. അപ്പോൾ ഈ ഖിറാഅത്തും ഇത് ഉസ്മാനി ലിപിയുമായി യോജിച്ച ഖിറാഅത്തല്ല. കാരണം ഫംദൂ ഫസ്അഉ ലിപി ഒന്നല്ല. അപ്പോൾ ഓതാൻ പാടുണ്ടോ? ഓതാൻ പാടില്ല. അപ്പോൾ ഈ ഷാദ്ദായ ഖിറാഅത്ത് സഹീഹായ ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെടുന്നു. ഒരു പക്ഷെ മൻസൂഖായും, അതിന് ഒന്നുകിൽ എന്താണ്, ഒരു സാധ്യത എന്താണ്, ഒന്നുകിൽ മൻസൂഖാക്കപ്പെട്ട ഖിറാഅത്തായിരിക്കും. രണ്ടാം സാധ്യത അത് ഏതെങ്കിലും ഒരു സഹാബിയുടെ തഫ്സീറായിരിക്കും. അത് നമ്മുടെ ഖിറാഅത്ത് തഫ്സീർ എന്ന് പറയും. അതായത് തഫ്സീർ എന്ന നിലക്കുള്ള പാരായണം. തഫ്സീർ പണ്ഡിതന്മാര് ഇങ്ങനെയുള്ള പാരായണങ്ങൾ തഫ്സീറിന്റെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയും, ഈ ഉസ്താദുമാർ, ഈ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഉസ്താദുമാരൊക്കെ തെറ്റിരിച്ചു പോകരുത്. അതായത് മുത്തവാത്തിറല്ല അതല്ലാത്ത ഖിറാഅത്തുകളും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇമാം ഖുർത്തുബി തഫ്സീർ, ഇമാം തബരി തഫ്സീർ, റാസി, ബഗവി, അതായത് ബഹുഭൂരിഭാഗം പഴക്കമുള്ള തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് ഖിറാഅത്ത് കാണാൻ പറ്റും? ഷാദ്ദായ ഖിറാഅത്ത് കാണാൻ പറ്റും. അപ്പോൾ എന്താണ്, ഖുർആൻ വിശദീകരിക്കുന്ന വിഷയത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം എന്താണ്, അത് മുമ്പ് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഖുർആനിക പാരായണമായിട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ തഫ്സീറിൻ്റെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താം. നമ്മൾ ഖുർആൻ തഫ്സീർ ചെയ്യുമ്പോൾ അറബി ഭാഷ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ? അറബി ഭാഷ പ്രകാരം നാം തഫ്സീർ ചെയ്യുന്നു. അറബി കവിതകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള കവിതകൾ പ്രകാരം തഫ്സീർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹദീസുകൾ കൊണ്ട് തഫ്സീർ ചെയ്യാം. അതേപോലെ ഷാദ്ദായ ഖിറാഅത്തുകൾ ഉപയോഗപ്പെടുത്താം തഫ്സീറിൻ്റെ വിഷയത്തിൽ. അതേപോലെ ചില ശരീഅത്ത് നിയമങ്ങളുടെ വിഷയത്തിലൊക്കെ ഉപയോഗപ്പെടുത്താം. പക്ഷെ ഖുർആനായിട്ട് നമുക്ക് ഒന്നാം പ്രമാണമായിട്ട് അവലംബിക്കുകയോ പാരായണം ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താണ്, പാരായണം ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഉസ്മാനി ലിപിയുമായി യോജിച്ചതായിരിക്കണം. മൂന്നാമത്തെ നിബന്ധന അറബി ഭാഷാ നിയമങ്ങളോട് യോജിച്ചതായിരിക്കണം. ഈ 3 നിബന്ധനകൾ ഒത്തുചേർന്നാൽ പാരായണം സ്വീകരിക്കപ്പെടും. 1 മുത്തവാത്തിറത്തായിരിക്കണം, 2 ഉസ്മാനി ലിപിയുമായി യോജിച്ചായിരിക്കണം, മൂന്നാമത്തെ നിബന്ധന അറബി ഭാഷാ നിയമങ്ങളുമായി യോജിച്ചായിരിക്കണം. ഈ നിയമങ്ങൾ ആണ് ശരിക്കും ഖുർആൻ പാരായണങ്ങളുടെ ഷർത്തുകൾ, 3 ഷർത്തുകൾ എന്ന് പറയും. അപ്പോൾ ഈ 3 ഷർത്തുകൾ ഒത്തുചേർന്ന പാരായണങ്ങൾ എത്രയാണ് ഇസ്ലാമിക ലോകത്ത് ഇപ്പോൾ? 10 ഖിറാഅത്തുകൾ. ഈ 10 കാര്യങ്ങളുടെ പേരും നാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു വശമാണ്. പലപ്പോഴും ഖുർആനിൻ്റെ ഇഅ്ജാസ് നമ്മൾ അർത്ഥതലങ്ങളിലേക്ക് പോയിക്കൊണ്ടാണ് നാം വിശദീകരിക്കാറുള്ളത്. എന്നാൽ ഖുർആനിന് ശരിക്കും ഇത്രയും പാരായണങ്ങൾ ഉണ്ടായിട്ട് പോലും അവ തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഇത് അത്ഭുതകരമായ ഒരു വിഷയം എന്താ വെച്ചാൽ, ഈ വിഷയത്തിൽ ചില പഠനങ്ങൾ നടത്തിയ ഒരു ചെറിയ വിദ്യാർത്ഥി നിലക്ക് അത്ഭുതപ്പെടുത്തിയൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ പാരായണങ്ങളുടെ വിഷയത്തിലും ഖുർആൻ പാരായണങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളൊക്കെ പഴക്കെന്ന് പറഞ്ഞാൽ 1100 വർഷങ്ങൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ. അതിപ്പോഴും ഗവേഷകന്മാരും പണ്ഡിതന്മാരൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. വലിയ അത്ഭുതകരം തന്നെ.
അതായത് ഖുർആൻ പാരായണം എങ്ങനെ ചെയ്യണം, ആ വ്യത്യാസങ്ങളും ആ വ്യത്യാസങ്ങൾ തമ്മിലുള്ള വ്യാഖ്യാനം, അതിനെ തൗജീഹുൽ ഖിറാഅത്ത് എന്ന് പറയും. എൻ്റെ PhD തീസീസിൻ്റെ ടൈറ്റില് തൗജീഹുൽ ഖിറാഅത്തി ഇൻദ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വഅഥറു ദാലിക ഫി തഫ്സീർ. അതായത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വ്യത്യസ്ത പാരായണങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനം, എന്നാൽ ഇബ്നു തൈമിയ്യ മുഹദ്ദിസായിട്ടും മുഫസ്സിറായിട്ടും അതേപോലെ തന്നെ ഇൽമുൽ കലാമിനുമൊക്കെ അങ്ങേയറ്റത്തെ അവഗാഹമുള്ള മഹാപണ്ഡിതനാണ്. ഖിറാഅത്തിന്റെ വിഷയത്തിലും അദ്ദേഹം സംഭാവന നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സംഭാവനകളാണ് ഈ ഒരു ചെറിയ തീസീസിൻ്റെ വിഷയമുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മുഫസ്സിറാണല്ലോ. അപ്പോൾ മുഫസ്സിർ ആകണമെങ്കിൽ എന്ത് വേണം? ഖിറാഅത്തുകൾ തമ്മിൽ വ്യത്യാസങ്ങൾ പഠിച്ചിരിക്കണം. ഒരു മുഫസ്സിറിൻ്റെ യോഗ്യതയാണ്. ആധുനിക കാലഘട്ടത്തിലുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പരിഭാഷകളിലും ഒക്കെ ഖിറാഅത്തുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു നല്ലൊരു സംഗതി ഒന്നുമല്ല. അത് ഒഴിവാക്കിയത് കൊണ്ടാണ് ആധുനികരായ മുസ്ലിമീങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ഇത് നല്ല ഒരു തന്ത്രമായിട്ട് അത് ദുരുപയോഗപ്പെടുത്തി. ഇസ്ലാം ശത്രുക്കൾ ദുരുപയോഗപ്പെടുത്തി, മിഷനറിമാരും അതേപോലെ തന്നെ യുക്തിവാദികളുമൊക്കെ. കാരണം ഖുർആൻ തന്നെ ശരിക്കും മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ഖുർആൻ ഒരു കോപ്പിയല്ല. നമ്മളെ ഈ ജബ്ബാർ മാഷൊക്കെ പറയാൻ കേട്ടില്ലേ, ഖുർആന് വ്യത്യസ്ത യാതൊരു വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെയാണ് അവശേഷിക്കുന്നത് എന്നാണ് ഉസ്താദന്മാരൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. എന്നാൽ ഹഫ്സ് വേർഷൻ, വർഷ വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുറെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ യാതൊരു അസ്ത്രമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വേർഷനുകളൊക്കെ എന്താണ്? ഈ വ്യത്യസ്ത വഹിയായ ഖുർആൻ പാരായണങ്ങളാകുന്നു. ഈ വർഷന് റിവായത്താകട്ടെ ഹഫ്സിന് റിവായത്താകട്ടെ, അതിനൊക്കെ എന്തുണ്ട്? പരമ്പരകളുണ്ട്. അതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ, ഖിറാഅത്ത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പം അതിനൊക്കെ എന്തുണ്ട്? കൃത്യമായ അസ്റുണ്ട്, നമുക്ക് കൃത്യമായ നിലപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആൻ ആയത്തിൽ പഠിക്കുവാനും അതുമായി ബന്ധപ്പെടുവാനും യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധ ഖുർആനിൻ്റെ അഹലുകാരായി ജീവിച്ച് മരണപ്പെടുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശുദ്ധ ഖുർആനെ ശഫാഅത്ത് ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന റസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ പാരായണങ്ങൾ സ്ഥിരപ്പെട്ടതാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഈ ഖുർആൻ പാരായണങ്ങൾ പരസ്പരം മിക്സ് ആക്കിക്കൊണ്ട് നമ്മൾ ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം നാം അറിയേണ്ടത്, ഈ പാരായണങ്ങളൊക്കെ എന്താണ്? വഹ്യാണ് എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരായണങ്ങൾ പ്രകാരമൊക്കെ ഓതിയിട്ടുണ്ട്, സഹാബികൾക്ക് പകർന്നു കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ പരസ്പരം കലർത്തിക്കൊണ്ട് ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടി എന്താണ്? റിവായത്തിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹഫ്സിൻ്റെ റിവായത്താണ് ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉസ്താദുമാരിൽ നിന്ന് എങ്ങനെയാണോ കേട്ട് പഠിച്ചത് ആ പാരായണം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നല്ലാതെ ഒരു ഖിറാഅത്തുകൾ വ്യത്യസ്ത റിവായത്തുകളൊക്കെ പഠിച്ച ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വന്തമായിട്ടോ ഒക്കെ ഓതണം. അയാൾക്ക് എന്താണ്? ഓതാം. മനസ്സിലായല്ലോ? ഞാൻ ഒരു റക്അത്തിൽ ഓതുകയാണ്, മാലികി യൗമിദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വേറെ റക്അത്തിൽ വേറെ രൂപത്തിൽ ഓതുകയാണ്, അത് കുഴപ്പമില്ല. പക്ഷേ റിവായത്ത് സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഇഷ്കാൽ ഉണ്ടാക്കാൻ പാടില്ല, പഠിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ റിവായത്ത് പ്രകാരം തന്നെ പഠിപ്പിച്ച് പിന്നെ ആ കുട്ടികൾ എന്താണ് ആ വിഷയത്തിന് അവഗാഹം നേടിയ ശേഷം അവർക്ക് പരസ്പരം സംയോജിപ്പിച്ചു കൊണ്ടുപോകാം. പിന്നെ ഈ ഖിറാഅത്ത് പഠന ശാസ്ത്രത്തിൽ ഒരു പ്രയോഗമുണ്ട്, സാങ്കേതികമായ പ്രയോഗമുണ്ട്. എന്താണത്?
അതായത് ജംഉൽ ഖിറാഅത്ത് എന്ന് പറയും. നമ്മളൊക്കെ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചതിൻ്റെ പുറമെ ഈ വിഷയത്തിൽ ഇജാസ കിട്ടണമെങ്കിൽ അക്കാഡമിക് പഠനം മാത്രം പോരാ, അത് റിസർച്ചുകളും കാര്യങ്ങളും അങ്ങനെ പോകും. പക്ഷേ പുറത്തുനിന്ന് ഉസ്താദന്മാരിൽ നിന്ന് ഓതി പഠിച്ച് അഭ്യസിക്കണം. അങ്ങനെ ഉസ്താദന്മാർ അത് പൂർണ്ണമായിട്ടും ഈ 10 ഖിറാഅത്തുകളും ഓതിക്കൊടുത്താൽ അതിൽ ഇജാസ കൊടുക്കും. അപ്പോൾ ഈ ഇജാസ പിന്നെ കൊടുക്കുന്ന ഒരു രൂപം എങ്ങനെ വെച്ചാൽ ജംഉൽ ഖിറാഅത്ത് എന്ന് പറയും. ഖുർആൻ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള പാരായണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇമാം ഹഫ്സിന്റെ റിവായത്ത് പ്രകാരം ഓതുകയാണെങ്കിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇമാം ഖാലൂന്റെ തർത്തീബ് പ്രകാരം, ഇമാം ഖാലൂൻ അല്ല നാഫിഇന്റെ ശിഷ്യൻ, അത് കഴിഞ്ഞിട്ട് ശേഷമുള്ള വ്യത്യാസം എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഒരേ ആയത്ത് തന്നെ, ആദ്യം സാദ് കൊണ്ട് ഓതുന്നു, പിന്നീട് സീൻ കൊണ്ട് ഓതുന്നു, പിന്നെ മൂന്നാമത്തേത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആയത്ത് കഴിഞ്ഞു എന്ന് പറയാം ജംഉൽ ഖിറാഅത്ത് എന്ന് പറയും. അപ്പം വ്യത്യസ്ത ഖിറാഅത്തുകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പാരായണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, സിറാത്തൽ ലദീന അൻഅംത അലൈഹും, ഇമാം ഹംസയുടെ ഖിറാഅത്ത് പ്രകാരം അലൈഹും എന്നാണ്, യാക്കൂബിൻ്റെയും. പിന്നെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, റുവൈസ് സീന് കൊണ്ട്, സിറാത്തൽ ലദീന അൻഅംത അലൈഹും, ഇമാം റുവൈസിന്റെ റിവായത്ത് സിറാത്ത സീന് കൊണ്ട് അലൈഹും ദമ്മ് കൊണ്ട്, സിറാത്തൽ ലദീന അൻഅംത അലൈഹും. ഇമാം ഖലഫിന്റെ ഓത്ത് പ്രകാരം സ്വാദിന് ഇഷ്മാമും പിന്നെ അലൈഹും ദമ്മ് കൊണ്ടും. അത് കഴിഞ്ഞു. പിന്നെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, വേറെ ഓത്ത് ഗൈരിൽ മഗ്ദൂബി അലൈഹും. ഈ ജംഉൽ ഖിറാഅത്ത് ഇത് അനുവദനീയമാണ്. ഖിറാഅത്തുകളൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾ ഉസ്താദുമാർ കൂടി കൊടുക്കുമ്പോൾ ഈ ജംഉൽ ഖിറാഅത്ത് അവലംബിക്കാം. ഇമാമ് പറയുമ്പം പിന്നെ മറ്റുള്ള ജനങ്ങൾക്ക് മുന്നേ പോകുന്നത് ശരിയല്ല. കാരണം ജനങ്ങളിത് ഖുർആനിൽ ഈ പ്രത്യേകിച്ച് പാമരന്മാരായ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകും, ഖുർആൻ തഹരീഫ് നടത്തുകയാണെന്ന്. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായ പള്ളികളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓത്ത് ശരിക്ക് ഉസ്താദന്മാർക്ക് ഖിറാഅത്ത് പഠിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഓതി കൊടുക്കാൻ തന്നെയാതെ നമസ്കാരത്തിൽ ഒരു റിവായത്ത് അവലംബിക്കാം. അല്ലാഹു അലം. റമദാനിലൊക്കെ നമ്മൾ ഒരറബിന് 10 കൂടി അർത്ഥം തീർക്കാൻ വേണ്ടി 3-4 പെട്ടെന്ന് സ്പീഡിൽ ഓതുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ തെറ്റുമ്പോൾ അത് കുറ്റക്കാരനായി മാറും. അതായത് ഇവിടെ ചോദ്യം എന്തെന്നാൽ, ഇപ്പോൾ റമദാനിനും മറ്റുമൊക്കെ നാം വേഗതയിൽ ഓതും. വേഗത്തിൽ ഓതുമ്പോൾ നിയമങ്ങൾ തെറ്റിക്കും. അപ്പോൾ അത് തെറ്റാണോ? യഥാർത്ഥത്തിൽ ഖുർആൻ പാരായണ നിയമങ്ങൾ അവലംബിക്കുന്നത് നിർബന്ധമാണ്. അതാണ് പ്രബലമായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളാണ്. അപ്രകാരം ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിബാ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, അതേപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളിൽ ഇത്തിബാ ഖുർആൻ പാരായണത്തിലും വേണം. അപ്പം എന്താണ് നാം ചെയ്യേണ്ടത്? ഈ വേഗത്തിൽ ഓതുമ്പോൾ നമുക്ക് ഖുർആൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഓതാം. മനസ്സിലായല്ലോ? അതായത് ഖുർആൻ പാരായണത്തിൻ്റെ ഈ വേഗത പരിഗണിച്ചുകൊണ്ടുള്ള പാരായണത്തിന് 3 ശൈലികളുണ്ട്. ഒന്ന് തഹ്ഖീഖ് എന്ന് പറയും. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ വളരെ സാവകാശത്തിൽ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഓത്ത്. എന്താണ് ഉസ്താദന്മാരൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഓതും. രണ്ടാമത്തെ ശൈലി തദ്വീർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മധ്യമ നിലപാട്, അമിത വേഗതയിലുമല്ല എന്നാൽ നല്ല സാവകാശത്തിലുമല്ല, തദ്വീർ എന്ന് പറയും. മൂന്നാമത്തെ ശൈലി എന്താണ്? ഹദ്റാണ്. അതായത് വേഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. അവിടെ നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൂറത്തു നാസ് ഓതിത്തരാം. ഉദാഹരണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസി മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്
الذي يوسوس في صدور الناس من الجنة والناس. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് വേഗത്തിൽ ഓതാം. ഇവിടെ വിഷയം എന്താ അറിയോ? ബഹുഭൂരിഭാഗം ആൾക്കാരും നിയമങ്ങൾ അവഗണിച്ചുകൊണ്ട് ഓതുന്നു. അപ്പം നമ്മളിത് ശരിക്ക് ഓതുമ്പോൾ റബ്ബിൻ്റെ വചനങ്ങളാണ്, നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റമദാനിലൊക്കെ ഹത്മുകൾ തീർക്കുകയും വേണം. അപ്പം എല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ പാരായണം. അല്ലാഹു അഅലം. നോക്കിക്കാണ്ട് സൗണ്ട് പുറത്തേക്ക് വരാതെ നോക്കിക്കാണ്ടില്ല മനസ്സുകൊണ്ട് ഓതുന്നതാണ്. അതായത് മനസ്സുകൊണ്ടുള്ള ഓത്തുന്നാണല്ലേ. ഓത്ത് പാരായണം ആകണമെങ്കിൽ നമ്മുടെ നാവ് ചലിപ്പിക്കണം, അത് നിർബന്ധമാണ്. അത് നമസ്കാരത്തിനാണെങ്കിലും പുറമേ ആണെങ്കിലും. പിന്നെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം നിർബന്ധമില്ല, മനസ്സിലായി. പക്ഷെ നമ്മുടെ ആ ദിക്റാണെങ്കിലും പാരായണമാണെങ്കിലും അത് ദിക്റും പാരായണം ആകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വായ അനങ്ങണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കേവലം നോട്ടം മാത്രമാണെങ്കിൽ എന്തല്ല, അത് പാരായണമാകുകയില്ല. അത് ആർക്കുള്ള ഉദരാണ്? സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർക്ക് അത് ഉദരാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും എന്താണ്? ഖുർആൻ പാരായണത്തിന് നാം വായ ചലിപ്പിക്കൽ നിർബന്ധമാണ്. അതെ. ഈ വ്യത്യാസങ്ങൾ അതെ. അതായത് ഇവിടെ പിന്നെ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഈ വ്യത്യാസങ്ങൾ ഇപ്പോൾ അച്ചടിക്കപ്പെട്ട മുസാഫുകളിൽ കാണാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്ത പാരായണങ്ങൾ പ്രകാരമാണ് ഓതുന്നത്. അപ്പോൾ മൊറോക്കയിൽ വർഷിൻ്റെ റിവായത്ത് പ്രകാരം ഓതുന്നത്. അവിടെ അച്ചടിക്കപ്പെട്ട മുസാഫ് വർഷിൻ്റെ റിവായത്ത് പ്രകാരമുള്ള മുസാഫാണ്. അപ്പം ആ മുസാഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹൻ്റെ ഒന്നാമത്തെ ആയത്തല്ല. കാരണം എന്താണ്? മദീന നിവാസികളുടെ ആയത്ത് പിന്നെ എണ്ണപ്രകാരമാണ് അവർ എണ്ണം തിട്ടപ്പെടുത്തിയത്. അതൊന്ന്. രണ്ടാമത്തേത്, മദീന നിവാസികളുടെ ഖുർആൻ പാരായണ പ്രകാരമാണ് മുസ്ഹഫ് പ്രിന്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. മനസ്സിലായല്ലോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഈ ഇബ്നു കസീറിൻ്റെ പിന്നെ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മസാഹിഫുകൾ തന്നെ വളരെ പഴക്കമുള്ളതാണ് യഥാർത്ഥത്തിൽ. ഇപ്പം നമ്മൾ ഈ ഖുർആൻ പാരായണ ശാസ്ത്രം പഠിക്കുമ്പോൾ തന്നെ പറയും എന്താണ്, ഇബ്നു കസീറിൻ്റെ ഓത്ത് ഇങ്ങനെയാണ്, മക്ക നിവാസികളുടെ മുസ്ഹഫിൽ ഇങ്ങനെയാണുള്ളത് എഴുത്തിലും. അപ്പോൾ ആ എഴുത്ത് ശരിക്കും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. മദീനത്ത് ഇപ്പം ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഖുർആൻ പ്രിന്റിംഗ് പ്രസ് മദീനത്താണ്. മദീനത്ത് ഇപ്പോൾ ഇമാം ഖാലൂന്റെ മുസ്ഹഫ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, വർഷിൻ്റെ മുസ്ഹഫ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഹഫ്സിൻ്റെ റിവായത്ത് അറിയപ്പെട്ടതാണല്ലോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ബന്ധപ്പെടാറുണ്ട്. അതായത് ചില പള്ളികളിൽ പോകുമ്പോൾ വേറെ കോപ്പികൾ കാണും. അപ്പോൾ അത് തെറ്റല്ലത്. എന്താണ് ഈ മറ്റുള്ള പാരായണ പ്രകാരം ഓതുന്ന ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്താം. മനസ്സിലായി? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഈ എഴുത്തിലുള്ള വ്യത്യാസങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനം പരമ്പരകളാണ്. നബി വസല്ലമയിലെ എത്തുന്ന പരമ്പരകൾ ശരിക്ക് ഇതാണ് അതിൻ്റെ അസ്ല്. അതൊക്കെ ശരിക്ക് സ്ഥിരപ്പെട്ട വിശ്വാസയോഗ്യമായ ഖുർആൻ പാരായണങ്ങളാകുന്നു. അതെ 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 അതെ. അതായത് ഇവിടെ ചോദിക്കുന്നത് സഹാബിമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലിപിയിൽ ബമ്മ കസ്ര ഇങ്ങനെയുള്ള ചിഹ്നങ്ങളില്ലായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ കേവലം എഴുത്ത് മാത്രമല്ല അവർ ആരംഭിച്ചിട്ടുള്ളത്. കാര്യമായ അവലംബം എന്തായിരുന്നു? കേട്ട് പഠിക്കലാണ്. ഉസ്താദുമാരിൽ നിന്ന് കേട്ട് പഠിക്കുക. ഇതുപോലെ അതായത് നൂറ്റാണ്ടുകളായ അറബികൾ ഇസ്ലാം വരുന്നതിന് മുമ്പും അറബി കവിതകളുണ്ടല്ലോ, അറബി കവിതകൾ, അറബി ചൊല്ലുകൾ, ഇതൊക്കെ കേട്ടുപഠിച്ചിരുന്നു. ശുദ്ധ ഖുർആന് ബഹുഭൂരിഭാഗം സഹാബിമാരും കേട്ടുപഠിച്ചു. എന്നാൽ എഴുത്തറിയാവുന്ന സഹാബിമാരും ഉണ്ടായിരുന്നു. അന്നത്തെ അറബികളുടെ ലിപി ഖുർആൻ അല്ലാതെ തന്നെ മറ്റു എഴുത്ത് സാധാരണ അറബികൾ എഴുതുമ്പോൾ ഹറക്കത്തും ഒന്നും ഉണ്ടാവില്ല, ഫത്ഹ ദമ്മ കസ്ര ഉണ്ടാവുകയില്ല.
അഥവാ അറബി കവിതകൾ രേഖപ്പെടുത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ അറബി കവിതകൾ യാതൊരു നിസ്സാരമായ പിഴവില്ലാതെ അവർ ആ അറബി കവിതകൾ വായിക്കുന്നു. കാരണം എന്താണ്, അവരെങ്ങനെയാണ് കേട്ട് പഠിച്ചത് അങ്ങനെയാണ് അവർ വായിക്കുക. ശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പിന്നീട് പിൽക്കാലങ്ങളിൽ പല അനറബികളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഈ ഖുർആൻ പാലൻ തർക്കമുണ്ടായത്. അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു മുസ്ഹഫ് രേഖപ്പെടുത്തുന്നത്. അപ്പോഴും ഹറക്കത്ത് ഉണ്ടാവുകയില്ല. കാരണം സഹാബികളുടെ ലിപി പ്രകാരം എന്തില്ല, ഹറക്കത്തുകളില്ല, അതേപോലെ ഡോട്ടുകളുമില്ല. എങ്കിലും അവർ ആ തെറ്റുകൂടാതെ വായിക്കും. പിന്നീട് ഇതുമായി തീരെ അവഗാഹമില്ലാത്ത പല അനറബികളും കടന്നു വരികയും അങ്ങനെയാണ് ശരിക്ക് അവരുടെ പാരായണത്തിൽ ഈ ഹറക്കത്തിൻ്റെയും ചിഹ്നങ്ങളുടെയും ആവശ്യം വന്നു, നമ്മെപ്പോലെ. അങ്ങനെയാണ് പിന്നീട് താബിഈങ്ങളുടെ കാലഘട്ടത്തിലാണ് ആദ്യമായി ഡോട്ടുകൾ ഇടുന്നത്. എന്ന് പറഞ്ഞാൽ ബാൻ്റെ താഴെ ഒരു കുത്ത്, നൂൻ്റെ മേലെ ഒരു കുത്ത്, തായിൻ്റെ മേലെ 2 കുത്ത്. അതിനുശേഷമാണ് ഈ ഹറക്കത്ത് ഇടുന്നത്, ഫത്ഹ, ദമ്മ, കസ്റക്ക് വന്നത്. അത് പിന്നീട് അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി എന്ന മഹാഭാഷാ പണ്ഡിതൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 170. അദ്ദേഹമാണ് പിന്നീട് ഫത്ഹ എന്ന് പറഞ്ഞാൽ നീണ്ട അലിഫ് പോലെ ഇങ്ങനെ കടത്തി വെച്ച അലിഫുൽ മബ്തൂഹ എന്ന് പറയും. അത് ഹറക്കത്ത് പിന്നെ ഹർഫിൻ്റെ മേലെ. കസ്റയാണെങ്കിൽ ആ അലിഫ് ഫത്ഹ തന്നെ താഴെ ഇടണം. വമ്മയാണെങ്കിൽ വാവിൻ്റെ ആകൃതിയിൽ അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതൊക്കെ പിന്നീട് വന്നത്. അപ്പം അതിൻ്റെ ആവശ്യം വന്നു. അങ്ങനെ അവർ അതിനെ കൂട്ടിച്ചേർത്തുന്നല്ലാതെ അതിൻ്റെ അടിസ്ഥാന ലിപി എന്താണ്? അക്ഷരങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വ്യത്യാസങ്ങൾ പിന്നീട് ആവശ്യം വന്നപ്പോൾ വ്യത്യസ്ത മുസ്ഹഫുകളിൽ വമ്മയും കസ്റയും കൊടുത്തു. പക്ഷെ ഇതിൻ്റെ അവലംബം എന്താണ്? പരമ്പരകളാണ്. അതേപോലെ തന്നെ ഉസ്താദ്മാരിൽ നിന്ന് കേട്ട് പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ യാസർ, എൻ്റെ അടുക്കൽ നല്ല ഒരു ഖുർആൻ്റെ കോപ്പി ഉണ്ട്. മനസ്സിലായോ? ഈ കോപ്പി ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് പഠിപ്പിക്കാനോ ഇത് പാഠം ചെയ്യാൻ ഞാൻ യോഗ്യനാണ്? ഒരിക്കലുമല്ല. അഥവാ ഒരു പ്രിന്റ് ചെയ്യപ്പെട്ട, അച്ചടിക്കപ്പെട്ട അല്ലെങ്കിൽ എഴുതിയ ഒരു കടലാസിൻ്റെയും മറ്റു ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെയും അതല്ല മാനദണ്ഡം. മാനദണ്ഡം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എന്നെ എത്തിക്കുന്ന പരമ്പരയുടെ അടിസ്ഥാനത്തിൽ നല്ല അവഗാഹമുള്ള പ്രാവീണ്യമുള്ള ഉസ്താദിൽ നിന്നാണ് ഞാൻ കേട്ട് പഠിച്ചത്. അതാണ് ശരിക്കും അവിടെ പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ യോഗ്യനാണ്. ആ ഉസ്താദിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ മനഃപ്പാഠമാക്കി അത് ചൊല്ലിക്കൊടുത്ത് ഉസ്താദ് എനിക്ക് നൽകി ഇജാസ ഉണ്ടെങ്കിൽ യോഗ്യനാണ്. അതാണ് അടിസ്ഥാനം. അല്ലാഹു അലം. അതായത് അത് വേറെ മസലയാണ്. അതായത് ദ്വാദ് എന്ന അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അത് തഫ്സീർ പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ട്. അത് വാഇനോട് അടുത്തതാണോ, അതല്ല നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി കട്ടി കൂട്ടിയ രൂപത്തിലാണോ? ഏതായാലും ദാലിനെ പോലെയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ ഈ ദ്വാദ് എന്ന അക്ഷരം ശരിക്ക് അതായത് നാവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ്, അതായത് സൈഡിൽ നിന്നും അതേപോലെ അണപ്പല്ലുകളും ചേർന്നു. അതാണ് അതിൻ്റെ മഖ്റജ്. അത് ഒന്നുകിൽ ഇടത് ഭാഗത്തു നിന്നോ വലത് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഓതാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീറിൽ പറയുന്നുണ്ട്, ദ്വാദ് എന്ന അക്ഷരം ശരിക്ക് വളരെ കടുപ്പമുള്ള അക്ഷരമാണ്. എന്ന് പറഞ്ഞാൽ അറബി അക്ഷരമാലകളിൽ ഏറ്റവും പ്രയാസമുള്ള അക്ഷരമാണ് ഇത്, ദ്വാദ്. അപ്പോൾ ഈ ദ്വാദ് ഉച്ചരിക്കുന്ന വിഷയത്തിൽ വല്ല അബദ്ധവും സംഭവിച്ചാൽ അത് ശരിക്ക് യുഗ്തഫറു ബിഹി എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് പൊറുക്കപ്പെട്ട അബദ്ധമാണ്. ആ വിഷയം പഠിച്ചവർക്ക് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അവലംബിക്കണം. എന്നാൽ ആ വിഷയത്തിൽ എന്താണ്, ഇത് ഏറ്റവും പ്രയാസമുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ അതിൽ സംഭവിക്കുന്ന അബദ്ധം പൊറുക്കപ്പെട്ടതാണ്. അല്ലാഹു അലം. ഇല്ല, എഴുത്തിൻ്റെ വിഷയത്തിൽ അത് ലിപിയിൽ തന്നെ വ്യത്യസ്ത ശൈലികളുണ്ട്. പക്ഷെ അത് ശരിക്കും എന്താ പറയുക, അത് വഹയുമായി നമുക്ക് ബന്ധപ്പെടുത്തേണ്ടതില്ല.
പക്ഷെ അവിടെ വിഷയം ഉച്ചാരണമാണ്. ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും ചരിച്ചു ഓതും കെ, അത് ശരിയായ ഉച്ചാരണമല്ല. അതായത് ചരിച്ചു ഓതുന്നത് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിലാണ്, അതും ഈ ഖിറാഅത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അൽ ബാബുൽ ഇമാല, ചെരിവിൻ്റെ അധ്യായം ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു അധ്യായമാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കാഫിൻ്റെ ഉച്ചാരണം ക എന്നാണ്. ക നേരെ മുസ്തഖീമായിട്ട്, കെ എന്ന് പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇമാം വർഷിൻ്റെ റിവായത്ത് പ്രകാരം വല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ. ശരി. അതേപോലെ തന്നെ ഇമാം കിസായിയുടെ റിവായത്ത് പ്രകാരം അൽ കെ എന്നുണ്ട്, അൽ കാഫിരീൻ. ദൂരി അൽ കിസായി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ റിവായത്ത് പ്രകാരം. അതേപോലെ തന്നെ അബു അമർ ബസ്രിയുടെ ഖിറാഅത്ത് പ്രകാരം വല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഇതാ പരിപൂർണമായ ഇമാനത്ത്. വർഷിൻ്റെ റിവായത്ത് പ്രകാരം ചെറിയ ഇമാനത്ത്, ചെറിയ ചെരിവ്, അങ്ങനെയാണ് അൽ കാഫിരീൻ. കെ കെ, നമ്മുടേതോ ക. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാറുള്ളതാണ് കാഫ് എന്നാണ് പറയുക. അത് ശരിയായ ഉച്ചാരണമല്ല, അത് തിരുത്തേണ്ടതാണ്. അപ്പം ചെരിവ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഓത്തിന് ഇല്ലേ ഇല്ല, ഒറ്റ വാക്കിൽ മാത്രമാണ് നമുക്ക് ചെരിവുള്ളത്. ഹഫ്സിന്റെ റിവായത്ത് പ്രകാരം ചെരിവുള്ളത് സൂറത്ത് ഹൂദിലെ ആയത്താണ്, ബിസ്മില്ലാഹി മജ്രിഹാ വ മുർസാഹാ. അതല്ലാതെ മറ്റെന്താണ്, ചില ആൾക്കാർക്ക് വായിക്കുന്നു ഇയ്യാക നഅ്ബുദു അല്ലെങ്കിൽ മാലികി, മാലികി, തെറ്റാണത്. മാലികി അവിടെ കനപ്പിക്കാൻ പാടില്ല. തർക്കീഖ് എന്ന് പറഞ്ഞാൽ ചെരിക്കുന്നല്ല. തർക്കീഖ് എന്ന് പറഞ്ഞാൽ തഫ്ഹീം ചെയ്യാതിരിക്കുക, അതായത് മോ വായിക്കാൻ പാടില്ല, ഇയ്യാക നഅ്ബുദു വായിക്കാൻ പാടില്ല, ഇയ്യാക നഅ്ബുദു മാലികി യൗമിദ്ദീൻ. ഇങ്ങനെയാണ് ഈ ചെരിവ് യഥാർത്ഥത്തിൽ ചില ഖിറാഅത്തുകളിലുണ്ട്, നമ്മുടെ റിവായത്ത് ഒറ്റ വാക്കിൽ മാത്രം. വല്ലാഹു അലം. താഇന്റെ ഉള്ളിൽ ഹംസ് ഉണ്ട്. ഹംസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, ശ്വാസം പുറത്തേക്ക് വരിക. ഈ മഹ്മൂസുഹാ ഫഹസ്സഹു ശഖ്സുൻ സക്കത്ത്, ഹംസിന് 10 അക്ഷരങ്ങളുണ്ട്. അവയിൽപ്പെട്ടതാണ് ഏത്? താ. അപ്പോൾ ഈ താ നിർത്തുകയാണെങ്കിൽ, സുക്കൂന് കൊണ്ട് നിർത്തുകയാണെങ്കിൽ അവിടെ ശ്വാസം അല്പം പുറത്തേക്ക് കൊണ്ടുവരണം. ഉദാഹരണം, ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത്. നിസാരമായ ശ്വാസം അത് ഓവറായി കഴിഞ്ഞാൽ സീനായി മാറും. വകുവിറത് ഇങ്ങനെ ആയതിൻ്റെ സീൻ എന്ന അക്ഷരം നമ്മൾ വന്നു, അത് തെറ്റാണ്, അത് ലഹൻ ജലിയാണ്. അപ്പം അവിടെ ശരിക്കുന്നതാണ്, ഇപ്പം കാഫ് പോലെ കാഫ് ഉച്ചരിക്കുമല്ലോ, ക ത ഉച്ചരിക്കുമ്പോൾ സാധാരണ ഉച്ചരിക്കുമ്പോൾ ഖ പറയേണ്ട ആവശ്യമില്ല, ഥ പറയേണ്ട ആവശ്യമില്ല. നിർത്തുമ്പോൾ ഉലമാ തജ്വീദ് പറയുന്നു, ഈ നിർത്തുകയാണെങ്കിൽ സുക്കൂനിൻ്റെ അവസ്ഥയിൽ ഹംസ് ഇദ്ഹാർ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പ്രകടമാകുന്നു, അല്ലെങ്കിൽ ഹംസിനെ നമ്മൾ പ്രകടമാക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഖിതാമുഹു മിസ്ക് കേട്ടല്ലോ, ഖിതാമുഹു മിസ്ക് ഇതാണ് ഹംസ്. അതല്ലാതെ നമ്മൾ കാഫ് മാത്രം ഉച്ചരിക്കുമ്പോൾ ഈ അമിതമായ ശ്വാസം വന്നു കഴിഞ്ഞാൽ വേറെ അക്ഷരമായി അത് മാറും, ശ്രദ്ധിക്കണം. അല്ലാഹു അലം. ശരിക്കും ഓരോ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണോ, നമ്മുടെ കാലത്തുണ്ടായിരുന്ന പല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണോ തുടങ്ങുന്നത്? അതല്ല അതെ, അതായത് ഇവിടെ ചോദിച്ചത് അതിൻ്റെ അടിസ്ഥാനം എന്നാൽ ഈ അറബി ഭാഷകളുടെ സ്വാധീനം ഈ ഖിറാഅത്തുകൾക്കുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഇത് വഹയായിട്ട് അവതരിച്ചതാണ്, ഏതെങ്കിലും ഒരു ഗോത്രത്തെ പരിഗണിച്ചുകൊണ്ടല്ല, അതൊരു വിഷയം. പക്ഷേ ഗോത്രങ്ങളുടെ വ്യത്യസ്ത ഭാഷകൾ ഏതിലുണ്ട്? ഈ 7 ഹർഫുകളിലുണ്ട്. അല്ല, ഹർഫു സബ്അയുടെ അടിസ്ഥാനം ഈ 7 ഹർഫുകളിലും വ്യത്യസ്ത ഭാഷകൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഖുറൈശികളുടെ പാരായണ പ്രകാരം, ഈ ഭാഷാ പ്രകാരം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മറ്റു ചില അറബി ഗോത്രങ്ങളുടെ ഭാഷ പ്രകാരം യോജിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മനസ്സിലായല്ലോ? അപ്പോൾ ചില ഭാഷകളും എന്തുണ്ട്, ഇപ്പം നെഹ്ദികളുടെ ഭാഷയിൽപ്പെട്ടതാണ് എന്ത് ചിരിച്ചു അത്. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്ദുഹ
والليل إذا سجى ما ودعك ربك وما قلى. എന്താണിത്? ഇമാല എന്ന് പറയും. ഈ ഇമാല ഖുറൈശികൾക്കില്ല. ഖുറൈശി ഗോത്രക്കാർക്ക് ഫത്ഹാണുള്ളത്. എന്നാൽ നജിദിലെ ചില ഗോത്രങ്ങളിൽ എന്തുണ്ട്? ചലിച്ചു ഓതൽ. അപ്പോൾ ഈ വ്യത്യസ്ത ഭാഷകൾ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ ഭാഷകൾ കൊണ്ടല്ല ഖുർആൻ ഇറങ്ങിയത്, ഹർഫുകൾ ഇറങ്ങിയത്. അപ്പോൾ അതിലുണ്ട് എന്നർത്ഥം. മനസ്സിലായല്ലോ? ഉണ്ട്. ഇപ്പോൾ ഏതിപ്പം വർഷനി റിവായത്ത് പ്രകാരം റാ ഫത്ഹാണെങ്കിലും അതിൻ്റെ മുന്നേ കസറാണെങ്കിൽ അവിടെ ശരിക്ക് തർക്കീക്ക് കൊടുക്കും. അതേപോലെ ഏത് ചെരിവുള്ള റാ ആണെങ്കിലും തർക്കീക്ക് കൊടുക്കും. ഇപ്പം രായി മാറി ആരുടെ പിന്നെ വർഷനി റിവായത്ത് പ്രകാരം. ഇമാം ദൂരി അൽ കിസായിയുടെ പ്രകാരം ചരിച്ചു ഓതണം. ചരിച്ചു ഓതും വേണം, തർക്കീക്ക് കൊടുക്കും വേണം. അങ്ങനെയാണ്. അതെ, അതായത് ഈ ചെരിവ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലുള്ള ഒരു വശമാണത്. അതായത് ഈ വ്യത്യാസങ്ങളൊക്കെ അറബി ഭാഷാ നിയമം കൂടി യോജിക്കണമല്ലോ. അപ്പോൾ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ലഹജകളാണ്. ഈ ലഹജകളോട് ഏതെങ്കിലും ഒന്ന് യോജിച്ചാൽ മതി, അത് സ്ഥിരപ്പെട്ടാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ചോദിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇമാം ഹഫ്സ് കൂഫിയാണല്ലോ. അപ്പോൾ ഈ ഇമാം ഹഫ്സിൻ്റെ റിവായത്തിൽ പൊതുവെ എന്തില്ല? ഇമാലയില്ല. അപ്പോൾ എന്താ ഇവിടെ വന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനം ഇസ്നാദാണെന്ന്. അഥവാ ഇമാം ഹഫ്സ് കണ്ടുപിടിച്ചതാണെങ്കിൽ മജ്രേഹ പോലെയുള്ള മറ്റു വാക്കുകളിലൊക്കെ ചെരിവ് ഉണ്ടാക്കേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ആസിം പഠിപ്പിച്ചു കൊടുത്തു, ആസിമിന് അബ്ദുറഹ്മാൻ സുലൈമ പഠിപ്പിച്ചു കൊടുത്തു, അവിടെ നിന്നു. അതല്ലാതെ ഈ ഖിറാഅത്തുകളിൽ എന്തില്ല? ഖിയാസില്ല. അതായത് ഒരു ഭാഗത്ത് ചരിച്ചു, അതിനോട് തുല്യപ്പെട്ടതൊക്കെ ചരിക്കുക എന്ന സംഗതിയില്ല. ഇമാം ഷാത്തിബി അൽഫിൽ പറയുന്നുണ്ട്, വമാ ലിഖിയാസിൻ ഫിൽ ഖിറാഅത്തി മദ്ഖലു. അതായത് ഖിറാഅത്തിൽ ഖിയാസിന് യാതൊരു മദ്ഖലുമില്ല. അത് നമ്മൾ ശരിക്ക് പിന്നെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ച സഹാബിയാണല്ലോ. എന്താ പറഞ്ഞത്? ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തു, അൽ ഖിറാഅത്തു സുന്നത്തുൻ മുത്തബഅ. അതായത് ഖിറാഅത്ത് പറഞ്ഞാൽ അവലംബനീയമായ ഒരു ചര്യയാണ്. യഖുദുഹ അൽ ആഖിറു അനിൽ അവ്വൽ. ശേഷം വന്ന ആൾക്കാർ, തലമുറക്കാർ ആദ്യം വന്ന ആൾക്കാരിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഖിറാഅത്ത് എന്തില്ല? അതായത് ഇജ്തിഹാദില്ല എന്നർത്ഥം. അല്ലാഹു ബാരിക് ഫീക്കും.